മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുക്കുക എന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. അത് കാണാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയി കാണാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 4R പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു നല്ല പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലും ഈ 4R പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. മോദി കേരളം അങ്ങനെ തന്നെയാണ്. ഈ 4R പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 4R പ്രിൻസിപ്പിളിലൂടെ പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ഒരു കുറഞ്ഞ വളർച്ച നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ 4R പ്രിൻസിപ്പിളിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ, ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ലക്ഷ്യമാണോ ഇതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചത് അതെല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണ് 4R പ്രിൻസിപ്പിൾ എന്ന് പറയാനുള്ള കാരണം. 4 Rകളാണ്, 4 Rകളാണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ R എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആണ്, മറ്റൊന്ന് റീറ്റെയിലിംഗ് ആണ്, റീറ്റെയിൽ ഷെയറിംഗ്, മറ്റൊന്ന് റിക്രൂട്ട് ആണ്, മറ്റൊന്ന് റീചാർജിംഗ് ആണ്. അപ്പോൾ ഇതെന്താണ് ഓരോന്നും എന്ത് ചെയ്യാം വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ R എന്നുള്ളത് റീപ്ലേസ് ആണ്, മാറ്റി വെക്കുക എന്നത്. എന്താണ് മാറ്റി വെക്കേണ്ടത്? നമുക്കറിയാം, വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുത്തു, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുത്തു. ആ കമ്പനിയിൽ നല്ല ക്വാളിറ്റിയുള്ള, സാധാ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് എന്നുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റീപ്ലേസ് ആണ്, മാറ്റി വെക്കുക, ഒഴിവാക്കുക. എന്താണ് ഒഴിവാക്കേണ്ടത്? ഇതുവരെ നമ്മൾ വാങ്ങി ഉപയോഗിച്ച നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ വാങ്ങി ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അസോസിയേറ്റ് ചെയ്ത ആ കമ്പനിയിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ ഉൽപ്പന്നങ്ങളെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഏത് ഉൽപ്പന്നങ്ങളെ? നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ, നമ്മൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക. അപ്പോൾ എവിടെ തൊട്ട് തുടങ്ങേണ്ടതുണ്ട്? നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ബ്രഷും പേസ്റ്റും ഉപയോഗിച്ചിട്ടായിരിക്കും. അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുന്നതും ആ ബ്രഷും പേസ്റ്റും ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 സമയത്തുള്ള രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഉള്ള ഈ പ്രോസസ്സിങ്ങിനിടയിൽ ഒരുപാട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ ഉപയോഗിച്ച ബ്രഷും പേസ്റ്റ് മുതൽ രാത്രി ഉപയോഗിക്കുന്ന ബ്രഷും പേസ്റ്റ് വരെ ഉള്ള സമയത്തിനിടയിലേക്ക് നിരവധി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ ആ ഉൽപ്പന്നങ്ങളിൽ വാങ്ങിയിട്ട് ഈ ഉൽപ്പന്നങ്ങളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാം? ബ്രഷും പേസ്റ്റും ഉണ്ടെങ്കിൽ ഈ ബ്രഷും പേസ്റ്റും മാറ്റിയിട്ട് നിങ്ങളുടെ കമ്പനി, നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവെക്കുക, അത് ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ചില ആളുകൾ പറയുന്നത് തീർന്നിട്ടല്ലേ? തീരാനിരിക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന ആ നിമിഷം മുതൽ വിജയികളെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ആളുകളല്ല, ആ നിമിഷം തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത ആ നിമിഷം മുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ കമ്പനിയിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ ആ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ ആ ഉൽപ്പന്നങ്ങൾക്കൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അവിടെ തൊട്ട് തുടങ്ങുക. ഇപ്പം നിങ്ങൾ ബ്രഷും പേസ്റ്റും ആണെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിൽ ബ്രഷും പേസ്റ്റും ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. പിന്നീട് ചില ആൾ കുളിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ സോപ്പ് വേണ്ടി വരും, പഫ് വേണ്ടി വരും, ഹെയർ ഓയിൽ വേണ്ടി വരും, അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ വേണ്ടി വരും. അതപ്പോൾ അതെല്ലാം നിങ്ങളുടെ കമ്പനിയിലുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങി വെക്കുക. ചില ആളുകൾ ചായ കുടിക്കാൻ പോകുന്നുണ്ടായിരിക്കും, ബ്രഷ് ചെയ്ത് ഉടനെ തന്നെ ചായ കുടിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ടീ പൗഡർ നിങ്ങളുടെ കമ്പനിയുണ്ട്, അത് ഉപയോഗിക്കുക. മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കണം എന്നുള്ളതാണ്. മോദിക്കരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങളാണ് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ആ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് റീപ്ലേസ് എന്നത്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളത്. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങൾ വിജയത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പനികളിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങും.
അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റുകളും അതിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾ പറയും, ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ അത് തീർന്നിട്ട് എന്ത് ചെയ്യാതെ ഉപയോഗിക്കാം. സുഹൃത്ത് മനസ്സിലാക്കുക, ഇതുവരെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളുടെ കാര്യമായിട്ടൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച അതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയുമാണ്. അതേസമയത്ത് നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കമ്പനി ഉൽപ്പാദിച്ച അതേ ക്വാളിറ്റി ഉൽപ്പന്നം എന്താണ് നിങ്ങളിലേക്ക് നൽകുകയാണ്. മാത്രമല്ല, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എങ്കിൽ ഈ കമ്പനിക്ക് കസ്റ്റമർ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിക്കുക. ഇതുവരെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളത്. അവിടെ മുതൽക്ക് നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വാങ്ങുന്നത് മുതൽക്ക്, ആ വാങ്ങിയിട്ട് മാറ്റി വെച്ചിട്ട് ആ സമയം മുതൽക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സക്സസിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ചില ആളുകൾ ചില മണ്ടത്തരങ്ങൾ ചെയ്യാറുണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കില്ല, അത് വാങ്ങിയിട്ട് മറ്റുള്ള ആൾക്ക് റീറ്റെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നില്ല. നമുക്ക് വിശ്വാസം വരണം ആ ഉൽപ്പന്നങ്ങളിലും ഈ കമ്പനിയിലും ഈ പ്രോഡക്റ്റ് ഇതിന്റെ ബെനിഫിറ്റിലും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് സംതൃപ്തി തോന്നും. ഈ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമർ കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവരെ വാങ്ങി ഉപയോഗിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. ഇത് വിൽക്കാനുള്ളതല്ല, വാങ്ങി ഉപയോഗിക്കാനുള്ളതാണ്. വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റുകളും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണമേന്മയൊക്കെയാണ് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 4R പ്രിൻസിപ്പിളിലെ ആദ്യത്തെ R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് R എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആണ്, മാറ്റി വെക്കുക എന്നുള്ളതാണ്.